ഇതെന്താണെന്നറിയാമോ? നല്ല പ്രോൺസാണ്. ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം കുറച്ച് പണി, നല്ല നല്ല പ്രോൺസായത്. പക്ഷേ ഇത് കുത്തിയിരുന്ന് പൊളിക്കണം. റാണിക്ക് നല്ലൊരു പണിയായിരിക്കും. റാണി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ, എന്നിട്ട് റാണി എന്നാ പറയുന്നതെന്നറിയാം. ചെയ്തു തരും, ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? മീനാണോ അത്? നോക്കിക്കേ, നല്ല മീനാ. എല്ലാം റെഡിയാക്കി വെച്ചേക്കാം, റെഡി ടു കുക്കാം. വയമ്പ്, തേനും വയമ്പും. ആ വയമ്പ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന, റെഡി ടു കുക്കാണ്. ഒത്തിരി കാലായി നമ്മൾ വാങ്ങിയിട്ട്. ഞാൻ അവിടുന്ന് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചാടി, നേരെ കുക്ക് ചെയ്ത് വെച്ചാൽ മതി. കൊല്ലം ഫ്രൈ ചെയ്തു. എന്നാ പറ്റി പറയാം? നിങ്ങൾ കണ്ടോ എനിക്ക് നെട്ടിന്റെ പണി? കഴിഞ്ഞ ദിവസം ഒരു മീനെ കൊണ്ട് വെട്ടി തീർന്നില്ല, അതിന് മുന്നേ തന്നെ അടുത്താണ് എന്നോട് പറഞ്ഞു വയമ്പാണ്. ഇതാരാ നിങ്ങൾ കണ്ടോ? പ്രോൺസ്. ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ട് കുറെ കാലങ്ങളായി. നല്ല പണിയാണല്ലോ സുരേഷ് ഇതിന് ഞാൻ ചെയ്തിട്ട്. അയ്യോ, ഞാൻ കടയിൽ നിന്ന് സാധാരണ ഫ്രോസൺ അല്ലെ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങുമ്പോൾ ഓൾറെഡി ഇതെല്ലാം കഴിഞ്ഞ് പീൽ ചെയ്ത് നമ്മുടെ റെഡി ടു കുക്കായിട്ട് അമ്മയുടെ കൈ കിട്ടുന്നത്, അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞു നാളിൽ ഈ സംഭവം ഞാൻ കണ്ടേക്കുന്നത്. ഇത് എട്ടിൻ്റെ പണിയായിപ്പോൾ സുരേഷ്. ഇത് വയമ്പല്ല. വയമ്പ് നല്ല ടേസ്റ്റ്. എനിക്ക് വയമ്പെന്ന് പറഞ്ഞാൽ സന്തോഷമാണ് പ്രോൺ കണ്ടപ്പോൾ. കാരണം പ്രോൺ ഒത്തിരി നാളായി ഇത്ര വലിയ തിന്നുന്ന പോലെ അങ്ങ് ഓർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതെന്നാലും എട്ടിൻ്റെ പണിയാ. ഞാനും കൂടാ, ബാ. എല്ലാരും വിളിച്ച് നമുക്ക് എട്ടിന്റെ പണി കൊടുക്കാം. എല്ലാവരും ഇടുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ഓർക്കുമ്പോൾ ഇപ്പൊ തന്നെ കുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ ശരിയാക്കി ഞങ്ങൾ റെഡിയാക്കാം സുരേഷേ. റെഡിയാക്കാം. അടിപൊളി. വൈകുന്നേരം പാലപ്പം ഉണ്ട്. പാലപ്പം നമുക്കൊരു തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അടിപൊളി കറി അങ്ങ് വെച്ചാലോ. ഞങ്ങളുടെ ഒരു കുട്ടനാടൻ സ്റ്റൈലില് ഒരു അടിപൊളി പ്രോൺ കറി നിങ്ങൾ വെക്കാം. എന്താ പറയുന്നു? അപ്പൊ എന്താ പോരെ, എല്ലാത്തിനും ഞാൻ പണി കൊടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഇരുന്ന് അങ്ങ് ശരിക്കും അങ്ങ് പാട്ടും പാടി അങ്ങ് ഇവനെ അങ്ങ് റെഡിയാക്കാം. രക്ഷയില്ല. എല്ലാരും പോരെ. നമ്മുടെ മീന് വെട്ടാം. അപ്പം പിള്ളേരെ നമുക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ട്. ജലത്തിനകത്തോട്ടിടാം. ഓ, ഇതെന്തോരുണ്ട് കൂട്ടാ? ഇത്രത്തിന് 12 പൗണ്ടോ? ഓക്കെ. സുരേഷ് പറയുന്ന ഇതിന് സുരേഷ് പറഞ്ഞു ഇത്ര മീന് 12 പൗണ്ടായിന്ന്. കാരണം ഇത് ജസ്റ്റ് പ്രോൺ അല്ല, അതുകൊണ്ട് അതിന്റെ വിലയാണിത്. ഒരുമാതിരി വലിയ പൊടി, ഒരുമാതിരി വലിയ സൈസാണ്. അപ്പൊ നമുക്ക് ഒരു ചെറിയ ചട്ടി ഇട്ടുണ്ട്. എത്ര? 1 കിലോ ഉണ്ടല്ലേ ഇത്? 1 കിലോ മിച്ചമുണ്ട്. 1 കിലോ മിച്ചമുണ്ടെന്നാണ് സുരേഷ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിനെ നമുക്ക് പൊളിക്കണം. ഒരു പണിയാണിത്. ഞാൻ ഒത്തിരി നാളുകൾക്ക് മുന്നെയാണ് ഇതിനെ ചെയ്തേക്കുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോ. നമ്മുടെ വീട് ഒരു തോടിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ മക്കൾ ഇതെല്ലാം കേട്ടോണം. നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ ഇത് ചെയ്യണം അമ്മയുടെ കൂടെ. അപ്പോൾ എന്റെ കുഞ്ഞു നാളിലാണ് ഞങ്ങള് ഇതുപോലത്തെ കൊഞ്ച് പ്രോൺസിനെ ഞങ്ങൾ പിടിച്ചേക്കുന്നത്. നമ്മുടെ വീടിരിക്കുന്നത് ഒരു തോട്ട് സൈഡിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ തോട്ടിൽ വല വീശി ഒരു ഊപ്പ പോലും കിട്ടിയെന്ന് വരത്തില്ല. വെള്ളത്തിന്റെ എല്ലാം മാറിപ്പോയി, അവസ്ഥകളൊക്കെ മാറിപ്പോയി. പൂച്ചക്കിരിക്കാൻ വയ്യ ഇത് കണ്ടിട്ട്, മണം അടിച്ചിട്ട്. അപ്പൊ അന്ന് എന്റെ ചെറുതിലെ ഒരു ഓർമ്മകളൂടെ ഞാൻ ഇതിനകത്ത് പങ്കുവയ്ക്കാണ്. കാരണം കുഞ്ഞുനാളിൽ ഞാൻ പപ്പയുടെ കൂടെ വല വീശാൻ പോകും. പപ്പ അന്ന് എല്ലാ വീടുകളിലും തന്നെ വലയുണ്ട്. വല വീശും. ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് മീനെ പിടിക്കും. ഇട്ടിട്ട് ഇങ്ങനെ പോകും. ഓരോ കടവിലും അടുത്തടുത്ത വീടുകള് ഇട്ട് പോവും. അപ്പോഴേക്കും മീൻ തിന്നാൻ വരും. രാത്രികളിലാണ് പോകുന്നത്. പപ്പ എന്നിട്ട് വല വീശും. അപ്പൊ നമുക്ക് കിട്ടുന്ന മീനുകളുണ്ടല്ലോ, നമ്മളിങ്ങനെ പിടിച്ച് വരുമ്പം എന്നെയാണ് ലൈറ്റ് അടിച്ച് കാണിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ടോർച്ച് അടിച്ച് കാണിക്കുന്ന പണി എനിക്കുള്ളതായിരുന്നു. എന്നിട്ട് ഇങ്ങനെ വല എടുക്കുമ്പോഴേ നമുക്ക് കാണാം അന്നൊക്കെ എന്തോരം കൊഞ്ച്. ഞങ്ങൾ കൊശക്കെന്ന് പറയും. കൊഞ്ച് വലിയ വലുതല്ല, വലിയ വലുതും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇതിലും വലിയതൊക്കെ. എന്നിട്ട് ഇത് കിടന്ന് ഇതിന്റെ കണ്ണുകളാ അപ്പൊ തിളങ്ങുന്ന ഇരുട്ടത്ത് ഇങ്ങനെ കിടന്ന് ചാടുന്ന കാണാം നമുക്ക്. എന്നാ എക്സൈറ്റ്മെന്റ് ആണെന്നറിയാം. അതിനാണ് രുചി. ഇതിനൊന്നും അല്ല രുചി, അതിനാണ് ഏറ്റവും ടേസ്റ്റ്. അമ്മ എന്നിട്ട് പീരയിട്ടും പല രീതിയിൽ കുക്ക് ചെയ്യും. എന്നാ ടേസ്റ്റ് ചെയ്യാന്നറിയാമോ? അതൊന്നും ഇന്ന് കാണാൻ പോലും കിട്ടത്തില്ല. ഈ സുരേഷ് ഒന്നും ഇത് കഴിച്ചിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഒന്നും. സത്യം അല്ല? പക്ഷേ അഹങ്കാരം, കുട്ടനാട്ടുകാരിയാണെന്നുള്ളതിന്റെ അഹങ്കാരം കേട്ടോ. ചില സമയത്ത് ഈ അഹങ്കാരം കൊണ്ട് പെരുത്തു വരും. എന്നാണ് തീർച്ചയായും. അപ്പൊ
ഓക്കെ, ഇനി പറയാം ഇതിനെ എങ്ങനെ കട്ട് ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നില്ല, ക്ഷമിക്കുക, ഞാൻ റോങ് വേ ആയിരിക്കും ചെയ്യുന്നത്. അത് കണ്ടോ, വലിയ കൂട്ടം ഇത്രയും വാരി ഓടിച്ച അല്ല, പാർട്ടിയാണ്. ഞാൻ മറന്നുപോയി, ഒത്തിരി കാലങ്ങളായില്ലേ. എന്നെ അമ്മ ഇങ്ങനെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷെ അമ്മ ഇങ്ങനെ തോട് പൊളിക്കാൻ ഞങ്ങളെ ഇരുത്തിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഇതിന്റെ വാല് ചെത്തോവാ അമ്മ. ഈ പോർഷനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അമ്മ ഞങ്ങൾക്കാണ് ഇതിന്റെ തോട് പൊളിക്കാൻ തരുന്നത്. അമ്മച്ചി, കുഞ്ഞമ്മച്ചി, അത് തന്നെ. ഇങ്ങനെ എന്നിട്ട് എന്നെടുക്കുന്നറിയാം മക്കളെ, അത് ക്ലീൻ ചെയ്യണം. അല്ലല്ല, അങ്ങനെയല്ല ചെയ്യുന്നേ. ഇതിനെ ഇങ്ങനെ പൊളിക്കും. ഇതുണ്ട് മക്കളെ, നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഈ തൊണ്ട് നമ്മളിങ്ങനെ പൊളിച്ചു മാറ്റും. ഇതാ ഇതുപോലെ കണ്ടോ. ഇതിന്റെ തല അധികം കട്ട് ചെയ്ത് കളയത്തില്ല, പക്ഷെങ്കിൽ ഇതിന്റെ മീശ പോലത്തെ സൂത്രം നമ്മളിങ്ങനെ കളയും. അതാണ് എൻ്റെ ഓർമ്മയില്. ഈ മീശയൊക്കെ നമ്മൾ കളയും. മീശ എന്നാണോ പറയുന്നത്? ഇവിടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തായിട്ട് എൻ്റെ ഒരു ചെറിയ ഓർമ്മ കേട്ടോ. ഇത് ഞാൻ റോങ് ആണ്, ക്ഷമിക്കുക. രണ്ട് ഇപ്പം നന്നായിട്ട് തന്നെ കിട്ടി കണ്ടോ മോനെ. ഇങ്ങനെ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെടുത്ത് ഇങ്ങനെ ഇടാം. കണ്ടോ, എളുപ്പമല്ലേ ഞാൻ ചെയ്തത്? ഇത്രയുള്ള പരിപാടി. മനസ്സിലായി അമ്മ എന്നെങ്ങനെ ചെയ്തതെന്ന്? ഇങ്ങനെ കണ്ടോ. കുഞ്ഞു ചെയ്യാൻ അറിയാടാ? പഠിച്ചില്ലേ? ഡിസ്കസ്റ്റിങ്. വൈകിട്ട് നോക്കുമ്പോൾ നീ പറയുമോ ഡിസ്കസ്റ്റിങ് ആണ്? ഇറ്റ്സ് വെരി ടേസ്റ്റി. ശരിക്കും പറഞ്ഞാൽ പപ്പാടെ കൂടെ മീൻ പിടിക്കാൻ പോയ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പപ്പാടെ മീൻ പിടിക്കാൻ പോകുന്ന രാത്രി സമയങ്ങളിലാണ്, അല്ലെങ്കിൽ വെളുപ്പിന്. പപ്പ ഇങ്ങനെ അതിരാവിലെ മീനെ പിടിക്കും. അത് നല്ല രസമായിരുന്നു. എന്നാ പറ്റി? ഫിഷിനെ പിടിക്കാന്ന് പറയുന്നത് എന്ത് രസം. കണ്ണിങ്ങനെ തള്ളി നിൽക്കും സഞ്ജു. ഇങ്ങനെ കണ്ണിങ്ങനെ തോട് പോയി, എല്ലാം പോയി. നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. വളരെ എളുപ്പമാണ് പരിപാടിയൊക്കെ. ഇച്ചിരി നമുക്കൊരു ഇതായി കഴിഞ്ഞാൽ ഓക്കെയാ. കുറച്ച് പേര് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമേ. നമ്മളെപ്പോഴും ചെയ്യുന്ന പണിയല്ലല്ലോ ഇത്. ഞാനിങ്ങനെ ഒരു സാധനത്തിന് ഇവിടെ വാങ്ങുന്നതെല്ലാം ഇങ്ങനെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. സുരേഷ് എവിടെ നിന്ന് വാങ്ങിച്ചോ സുരേഷ്? ഇത് ഫിഷ് മാർക്കറ്റിൽ നിന്ന്. വെരി നൈസ്. എനിക്ക് നല്ല ഫ്രഷ് ആണ് കേട്ടോ, കിരികിരാന്നിരിക്കുന്നത്. പിള്ളേരെ ഇങ്ങനത്തെ ഇത്ര വലുത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇവിടുന്ന്. ഇവിടെ കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കടയിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഇവരിങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇവർ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ ഉണ്ണിപ്പാ? നോ എക്സൈറ്റഡ്. ഉണ്ണിക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ ടേസ്റ്റ്. വെരി ടേസ്റ്റിയാടാ. നല്ല ടേസ്റ്റ് ആടാ ഉണ്ണിക്കുട്ടാ. ഞാൻ ഓർത്ത് നമുക്ക് ഇത് പാലപ്പം ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്, എന്നാ പിന്നെ അതിന്റെ കൂടെ വെക്കാം. എന്നും ഇറച്ചി മുട്ടയൊക്കെ അല്ലേ. വൈകുന്നേരം ഞങ്ങൾക്ക് എന്നാ പാലപ്പവും ഇതുകൂടെ കഴിക്കാം. തേങ്ങാപ്പാലൊക്കെ ഇട്ട് നിങ്ങൾ വെച്ചിട്ടില്ലേ? നിങ്ങൾ നന്നായിട്ട് അറിയാമായിരിക്കും അല്ലേ, എണ്ണയിൽ നല്ല സുന്ദരമായിട്ട്. അതാണ്, പക്ഷെ ഞാൻ പാലപ്പത്തിനോട് ഇത് കഴിച്ചിട്ടില്ലടി. നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാം അല്ലേ? നല്ലതായിരിക്കത്തില്ല? നിങ്ങൾക്ക് എന്നാ തോന്നുന്നേ? നമ്മൾ എന്തിൻ്റെ കൂടെ എന്തും കഴിക്കും. കഴിച്ചു നോക്കാം കൂട്ടാ, ഇവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പിള്ളേരങ്ങനെ കഴിച്ചിട്ടില്ല പാലപ്പമായിട്ട്. സുരേഷ് കഴിച്ചിട്ടുണ്ടോ പാലപ്പവും? ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പാലപ്പവും നമ്മുടെ ഫിഷ് മോളിയൊക്കെ ഇല്ലേ സുരേഷ്? നമ്മുടെ അമ്മച്ചി പൊതുവെ പാലപ്പത്തിന് ഫിഷ് വെച്ചാലും നമുക്കുള്ള അമ്മച്ചി കരിമീൻ ഇങ്ങനെ മപ്പാസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഞാൻ അത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് പാലപ്പത്തിനോട് ഞാൻ കഴിച്ചിട്ടില്ല. മപ്പാസ് വെച്ച് കഴിക്കും കൂട്ടാ. എന്തായാലും എനിക്കൊരു 8ന്റെ മണി ആയിപ്പോയി. പക്ഷെ എനിക്ക് ഇത് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി കാലം കൂടിയിരുന്നല്ലേ ഇങ്ങനൊരു. അത് പല ഓർമ്മകളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നതും കറക്റ്റാണ്. പണിയെല്ലാം കഴിഞ്ഞ് നേരത്തെ കയറി ഇരിക്കുകയായിരുന്നല്ലേ? പണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സിനിമ വല്ലതും കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നതായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു പണിയായിട്ട് ചേട്ടൻ ഇങ്ങനെ എത്തിയത്. ഇറ്റ്സ് ഈസി ടു ഡു. മോനെ ശകല ഇതിനെ ഒഴിച്ചാൽ മതിയുടെ കൂട്ടാ. മതിയോ? മതി. സഞ്ജിപ്പ എവിടെയാടാ? കളയണോ? ഇത് കളയണോ? ഒത്തിരി കളയണ്ട, ഇച്ചിരി കിടക്കട്ടെ. അങ്ങനെ മതി. സഞ്ജിപ്പ നല്ല രസമാടാ, നല്ല ക്രിസ്പിയാടാ. കട്ടിങ് നല്ല ക്രിസ്പിയാ. വേണോ കുഞ്ഞിന് കട്ട് ചെയ്യണോ? അപ്പൊ ചെയ്യുന്ന നോക്കിയിട്ട്. ഓക്കെ, ആദ്യം എടുക്കുക. ഇത് കണ്ടോ, ഒരെണ്ണം എടുക്കുക. എടുത്തിട്ട് അതിന്റെ ഫേസ് നേരെ ഒറ്റക്കട്ട്. ഓക്കെ, കട്ട് ചെയ്തു. എന്നിട്ട് അതിന് ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ ഈ നിൽക്കുന്ന ഈ കാല് ലെഗ്സ് വാലൂടെ കട്ട് ചെയ്തു. വാല് കട്ട് ചെയ്തു. അത്രയും കട്ട് ചെയ്യണ്ട, പപ്പ ഇച്ചിരി ആവേശം കൂടിയതാണ്. ഈ കാലില്ലേ, ഇതോടെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ മീശ ഇങ്ങനെ കട്ട് ചെയ്യുക. ഫസ്റ്റ് അമ്മ. ഓക്കെ,
ആ പിന്നെ ഹോൾഡ് ചെയ്യാൻ ഒരാളെ ഞാൻ തരണോ നിനക്ക്? ഹോൾഡ് ചെയ്യാൻ നിനക്ക് അസിസ്റ്റന്റ് വെക്കാടാ. അതെ, ആരാ ഹോൾഡ് ചെയ്യണേന്ന്? നീ പേടിക്കൊന്നും വേണ്ട, കടിക്കത്തില്ല, നന്നായിട്ട് പിടിച്ചു. അവിടെ അത് മതി. ഗുഡ് ബോയ്. കട്ട് ചെയ്ത് ഇനി ആ മീശാനെ കട്ട് ചെയ്ത അങ്ങനെ അങ്ങനെ പഠിച്ചില്ലേ ഇപ്പൊ? ഈസിയാണോ? ഓക്കെ, ഇനി അത് സാരമില്ല. അടുത്തടുത്ത് വെട്ടിക്കൂ, കുഞ്ഞു വെട്ടിക്കൂ. മതിയോ? ഇതാ ആ കഥ അടച്ചിട്ട് മുട്ട. അവന്റെ ട്രയലും കഴിഞ്ഞ് അവൻ വീട്ടിൽ പോയി. അവന് ഒരെണ്ണം വെട്ടിയപ്പോ അവന് മടിയായി. എന്നാലും വെട്ടിയല്ലോ, നല്ലായിരുന്നു കേട്ടോടാ കൂട്ടാ. പൊന്നുമണിക്ക് ട്രൈ ചെയ്യണം ഒരെണ്ണം. അവക്ക് ട്രൈ ചെയ്യണ്ട, അവക്ക് മീന്റെ മണം. ഇതൊക്കെ നമ്മള് വെട്ടണ്ടതാ. അല്ല, വെള്ളം. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ. ശരിക്കും ആരാ പാട്ട് എഴുതിയതുവാ? കരിക്കിൻ വെള്ളം. നെഞ്ചില് കരിക്കും വെള്ളം ഒന്ന് അല്ലേ? എന്തല്ലേ കവിയുടെ ഓരോ സങ്കല്പങ്ങളെ. അത് തന്നെ, കവി അതുകൊണ്ട് വേറെ നല്ല നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷേ പപ്പ ഉണ്ടല്ലോ, ചില സമയത്ത് ഞാൻ അന്ന് വല വീശി ഓർക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ ഞാൻ വല വീശിയത്? അതെ. അയ്യോ, നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ലത്. കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ തോട്ടിപ്പോണ്ടായിരുന്നു വലയാട് കൂട്ടത്തില്. അയ്യോ അത് നിങ്ങൾ കാണണം. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്താണ് നമ്മളെ വല വീശിയത്. ആ വല വീശാനൊരു കാരണമുണ്ട്. കാരണം പിള്ളേരൊക്കെ വന്നപ്പോൾ അവർക്ക് ഈ മീനോ അല്ല വല വീശുന്നത് അതുങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പപ്പ ഒരുപാട് നാളെ, ഇപ്പൊ പപ്പ അങ്ങനെ വല വീശാറൊന്നുമില്ല കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ കറിക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വല വീശിയത് കേട്ടോ. അല്ല കൊടുക്കാനൊന്നുമല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പം പിള്ളേരെ കണ്ടപ്പം, പിള്ളേരെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ പപ്പ ഓർത്തു എന്നാ പിന്നെ ഒന്ന് വലയെടുത്ത് വീശി നോക്കാം എല്ലാം കിട്ടുമോന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ കുടുംബസമേതം മക്കളും വല വീശാൻ പോയി. എല്ലാ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ആയിട്ട് പപ്പ വല വീശാൻ പോയ പോക്ക് ഒരു 1.5 പോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വല വീശി, ഞങ്ങൾക്ക് വലിയ മീനെ കിട്ടി. അപ്പൊ ഞാനും വല എടുത്ത് വീശി. വലിയ വലയില്ലേ? അല്ല, മീനെ കിട്ടിയില്ല. കിട്ടി, എനിക്ക് കിട്ടിയില്ല. പപ്പ വീശിയപ്പോ പപ്പയ്ക്ക് വല കിട്ടി. ഞാൻ വീശിയപ്പോ ഒരു കൂപ്പ പോലും കിട്ടിയില്ല. എന്നിരുന്നാലും ഞാൻ ആ വലയെടുത്ത് വീശുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കുറേ റീച്ച് ചെയ്തു. ഒത്തിരി അങ്ങ് റീച്ച് എന്നല്ല, എനിക്കൊന്ന് 2 ലക്ഷം 3 ലക്ഷത്തിനടുത്തൊക്കെയാന്ന് തോന്നുന്നു. ഞാൻ ഓർക്കത്തില്ല. പിന്നെ അതിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. മക്കളും പപ്പായും ഞങ്ങൾ എല്ലാവരും പോയി വീശുന്നത്. അപ്പൊ നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്ക് കേട്ടോ. ലിങ്ക് കൊടുക്കാം. എല്ലാത്തിനും പറയും ലിങ്ക് തരാം. അതൊരു ലിങ്ക് കാണത്തില്ല. ആ വീഡിയോ ഒന്ന് കാണാത്തവർ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഞങ്ങളുടെ വയലുകളും പാടവും വരമ്പുകളും നെൽപ്പാടവും ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു, എനിക്ക് ഏറ്റവും എൻ്റെ വീഡിയോ ഇട്ടതിലേക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ്. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോഴേക്ക്. പഴയ ഓർമ്മകൾ. അപ്പോൾ അങ്ങനെ പപ്പാടെ പോയി വല വീശിയതാണത്. ഇത്തവണ നാട്ടിൽ പോകായിരുന്നേ വലയൊക്കെ പപ്പാടോട് വീണ്ടും വീശാൻ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇത്തവണത്തെ വരവ് ഈ സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഇരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ അതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കറി വെക്കാം. അതെ, നമുക്ക് എന്നിട്ട് കറി വെക്കാം. ലൊക്കേഷൻ ഷിഫ്റ്റിംഗ് ടു അടുക്കള. അപ്പൊ നമ്മൾ മീൻ മുഴുവൻ തീർത്തു. പരിപാടി കഴിഞ്ഞു. സുന്ദരം പരിപാടിയായിരുന്നു. ഇവനെ എന്തായാലും ഒന്ന് 2 പ്രാവശ്യം ഞാൻ കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ പെരക്കകത്തോട്ട് കയറുന്നുള്ളൂ. ഇവിടുത്തെ ഇതെല്ലാം ഒന്ന് വേസ്റ്റൂടെ എല്ലാം ഒന്ന് വാരി നമുക്ക് വേസ്റ്റും കളഞ്ഞ് ഇവിടെ എല്ലാം ഒന്ന് കഴുകി ഇറക്കുവാണെങ്കിൽ വൃത്തിയായിരിക്കും ഒന്നുകൂടെ. അല്ല സുരേഷേ? Yes.